സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് 47-ാമത്തെ ശ്ലോകം മുതൽ ഹരിനാമ കീർത്തന ഗ്രന്ഥപഠനം പുനരാരംഭിക്കാം. ദംഭായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാതെ, കൊമ്പും തഴച്ച് അനവധിയില്ലാതെ കായ്കനിയും അൻപോട് അതനരികിൽ വായിക്കുന്നതല്ല നിൻ പാദ ഭക്തിലത. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. ദംഭായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തടച്ചവധിയില്ലാതെ കായ്കനിയും അമ്പോടതന്നരികിൽ വായിക്കുന്നതല്ലഭത നിൻ പാദഭക്തിലത. നാരായണായ നമം. ദംഭായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാതെ കായ്കനിയും അൻപോടതിന്നരികിൽ വായിക്കുന്നതല്ലഭത നിൻ പാദഭക്തിലത. നാരായണായ നമം. അല്ലയോ ഹരേ നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം വീണ്ടും ഞാൻ അർപ്പിക്കുന്നു. എന്തൊക്കെയാണിത്? അഹങ്കാരത്തിനെ കുറിച്ച് തൊട്ടു മുമ്പുള്ള പദ്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എപ്പോഴെങ്കിലും നിയന്ത്രണം വിട്ട് ഞാൻ അഹങ്കാരിയായി മാറിയാൽ ഈ ഭൂമിക്ക് തന്നെ അത് ഭാരമാണ്, നാശമാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ സർവസാക്ഷിയായി ഇരുന്നു കൊണ്ട് എപ്പോഴൊക്കെ എന്നിൽ അഹങ്കാരം ഉദിക്കുന്നു അപ്പോഴൊക്കെ എൻ്റെ അഹങ്കാരത്തിനെ നീ കൊന്നു തരണേ. എങ്ങനെയാണോ അഹങ്കാരികളെ അങ്ങ് ശത്രു നിഗ്രഹണം ചെയ്തത്, അതുപോലെ എന്നിൽ ഉണ്ടാകുന്ന അഹങ്കാരത്തിനെ അങ്ങ് മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ തന്നെ തുടർച്ചയാണ്. ദംഭായ, ധ എന്ന അക്ഷരത്തോടുകൂടി ഈ പദ്യം അദ്ദേഹം ആരംഭിക്കുകയാണ്. ദംഭാകുന്ന വൻമരം, അതായത് അഹങ്കാരിയായ ഞാൻ, അത് ഞാൻ വലിയ പടർന്ന് പന്തലിച്ചൊരു വലിയ മരം പോലെയായി. അതിൽ നിന്ന് ചില കൊമ്പ് തഴച്ചുണ്ടായ ചില കൊമ്പുകൾ, അല്ലേ? ഈ മരത്തിൻ്റെ ശക്തി അതിൻ്റെ ശാഖകളാണല്ലേ. ആ അഹങ്കാരമാകുന്ന ഈ മരത്തിൽ നിന്നും വലിയ വലിയ ശാഖകളുണ്ടായി. അപ്പോൾ ആ ശാഖകൾ എന്താണ്? വലിയ അഹങ്കാരമാകുന്ന അതിൻ്റെ ഒരു കൂട്ടമായിരിക്കും. അനവധിയില്ലാതെ കായ്കൾ, ഇതിൽ നിരവധി കായും പഴവും എല്ലാം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് എഴുത്തച്ഛൻ ഇവിടെ. ദംഭായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചനവ ഇല്ലാതെ കായ്കനിയും. കായകളും കനികളും പഴങ്ങളും എല്ലാം ധാരാളം ഈ ശാഖകളിൽ വളർന്നിരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്ത് ചെയ്യണം? ഈ അഹങ്കാരമാകുന്ന വടവൃക്ഷത്തെ അൻപോടതിന്നരികിൽ വായിക്കുന്നതല്ല ബധ. അല്ലയോ കഷ്ടം ഭഗവാനെ, ഞാൻ വളർന്നു പന്തലിച്ചു.
അപ്പോൾ അങ്ങ് എന്ത് ചെയ്യണം? ആ മരത്തിൻ്റെ അടുത്ത് അൻപോടെ വളരെ സ്നേഹത്തോടു കൂടി അങ്ങ് അതിൻ്റെ അരികിൽ വന്ന് വായിക്കുന്നതല്ല, തളച്ച് വരികയില്ല. എന്താണ്? നിൻ പാദഭക്തിലത, നിൻ പാദത്തിൽ എനിക്ക് ഭക്തിയുണ്ടെങ്കിൽ കായ്കളും കനികളുമൊക്കെ വളർന്ന് വലിയ ശാഖകളായി പടർന്ന് പന്തലിക്കില്ല. ഞാനാകുന്ന ഈ വടവൃക്ഷം അഹങ്കാര വൃക്ഷം, അതുകൊണ്ട് എപ്പോഴും പരാഭക്തി എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദംഭം എന്ന പദത്തിന് കാപട്യം, അഹങ്കാരം, വഞ്ചന എന്നിങ്ങനെ പല അർത്ഥങ്ങളും നമ്മൾക്ക് കാണാം. ഈ അർത്ഥങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ അനുയോജിക്കുന്നതുമാണ്. ദംഭത്തെ ഇവിടെ ആചാര്യൻ ഒരു വലിയ മരമായി ചിത്രീകരിച്ചപ്പോൾ നമ്മുടെ ഭാവനയിലും ആ വലിയ വടവൃക്ഷം, ഈ വടവൃക്ഷം എങ്ങനെയാണ്? പല ശാഖകളുള്ള ഒരു വലിയ വടവൃക്ഷമാണ്. വൃക്ഷം കുറേ വളർന്നു കഴിഞ്ഞ് ശാഖകളായി ഇതിൽ പിരിഞ്ഞ് 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 എന്താണ്? മനസ്സിൽ വേരൂന്നിയ ഈ ദംഭം വളർന്നുണ്ടാകുന്ന ഈ ശാഖകളാണിവ. ഈ ശാഖകളെ ഇവിടെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്യാദികളായിട്ടാണ് ആചാര്യൻ ഇവിടെ വർണ്ണിക്കുന്നത്. ആ ശാഖകൾ കൂടി ഉണ്ടാകുന്ന ദംഭമാകുന്ന ഈ വട വൃക്ഷം തഴച്ചു വളരുകയാണ്. അതിലെന്താണ്? ഈ കാമക്രോധത്തിൻ്റെ ശാഖകളിൽ വളർന്നത് എന്തൊക്കെയാണ്? നിരവധി കായ്കനികൾ. ആ കായ്കനികൾ പാകമായി പഴുത്ത് ഒട്ടേറെ പഴങ്ങളും അതുണ്ട്. അതായത് ഈ കാമം, ക്രോധം ഇത്യാദികളുടെ പ്രേരണ കൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഇവിടെ കായ്കനികളാട് ഉപമിക്കുന്നത്. ആ കർമ്മങ്ങളുടെ പരിഭാഗമാണ് ഈ പഴങ്ങൾ. പഴങ്ങൾക്കുള്ളിൽ എന്താണ്? വീണ്ടും വിത്തുണ്ടാകും. ഈ പഴം താഴെ വീണ് അവയുടെ ഈ പുറമേയുള്ള തൊലി, അല്ലേ, ബാഹ്യമായ ഈ ആവരണം ആരെങ്കിലും ഭക്ഷിച്ചു കഴിഞ്ഞാലോ അത് അവരുടെ ഉള്ളിലേക്കും വരും. ഇത് ചീഞ്ഞ് നശിച്ചു കഴിഞ്ഞാലോ ഈ വിത്ത് കിളിർത്ത് വേറെ ധാരാളം മരങ്ങൾ ഉണ്ടാകും. അതുപോലെ കാമാദികൾ വഴങ്ങി നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് വീണ്ടും വീണ്ടും എന്താണ്? ഈ ദംഭവൃക്ഷത്തിൻ്റെ തൈകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവയ്ക്ക് വീണ്ടും ശാഖകൾ വരും, ഉപശാഖകൾ ഉണ്ടാകും, അതിൽ വീണ്ടും കായ്കനികളുണ്ടാകും, പഴങ്ങളുണ്ടാകും, അതിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകും, വീണ്ടും അടുത്തൊരു വടവൃക്ഷമുണ്ടാകും. ഇങ്ങനെ എന്താ? ഈ വടവൃക്ഷങ്ങളാൽ പ്രകൃതി മുഴുവൻ വ്യാപകമാകും എന്ന് പറയുകയാണ്. കൊടും കാടായി മാറും എന്ന് ആചാര്യൻ ഉപമിക്കുകയാണ്. ഈ ദംഭമാകുന്ന വൃക്ഷവും അതിൻ്റെ ശാഖകളും തഴച്ചു വളരാൻ ഇടവരുത്തരുതേ. അതിനെന്ത് ചെയ്യണം? ഭക്തിയാകുന്ന വള്ളി മുളച്ചുണ്ടായാലും അതിലെന്താണ്? ഭഗവാനെ, ഈ വടവൃക്ഷം പിന്നെ വളരില്ല. വള്ളികൾ തറയിൽ പടർന്ന് വീണാൽ എന്താ? വീണ്ടും അവിടെ ഒരു വിത്ത് ഉണ്ടായി വീണ്ടും വടവൃക്ഷങ്ങളുണ്ടായ വലിയൊരു കൊടും കാനനമായി ഇത് മാറില്ല. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് ഭക്തിയാകുന്ന വള്ളി എൻ്റെ ഈ വടവൃക്ഷത്തിനെ ചുറ്റിപ്പുണരേണമേ അങ്ങ് എന്ന് പറയുകയാണ്. അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടായിരിക്കും, മാവിലൊക്കെ ഇത്തിൽക്കണ്ണി വന്നാൽ പിന്നെ ആ ഇത്തിൽക്കണ്ണിയുള്ള ഭാഗം ദ്രവിച്ചു പോകും. അതുപോലെ ഇവിടെ പറയുകയാണ്, ഭഗവാനെ, ഭക്തിയാകുന്ന ഇത്തിൽക്കണ്ണി ഈ അഹങ്കാരമാകുന്ന വടവൃക്ഷത്തിൽ പടർന്നു പന്തലിച്ചാൽ ഇത്തിൽക്കണ്ണിയുടെ ബലം കൊണ്ട് ഈ അഹങ്കാരമാകുന്ന വടവൃക്ഷം പതിയെ ഇല്ലാണ്ടായി ഓരോ ശാഖകളും ദ്രവിച്ച് വടവൃക്ഷം കാലാന്തരത്തിൽ നശിച്ചു പൊക്കോളും. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങ് ഭക്തിയാകുന്ന വള്ളി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഹങ്കാരമുള്ളിടത്തോളം കാലം നമുക്ക് ഏവർക്കും അറിയാം, ഈശ്വര സാക്ഷാത്കാരം എന്നത് ഒരിക്കലും സാധ്യമല്ല. ഈ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കി തരണേ എന്നതാണ് ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. ഭക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ അഹങ്കാരം പിന്നെ നശിക്കുകയുള്ളൂ, അല്ലേ? ഭക്തി ഉള്ളിടത്തൊക്കെ ജ്ഞാനവും വൈരാഗ്യവുമുണ്ട്. ഭാഗവത മാഹാത്മ്യത്തിലും
നമ്മളത് കാണുന്നതാണ്. അതൊക്കെയാണ് ഇവിടെ ആചാര്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ ബാക്കി ജ്ഞാനം, നമ്മൾക്ക് ലോകത്തിനോട് വിരക്തി, ഈശ്വരനോടടുക്കുവാനുള്ള പ്രേമം, ഇതെല്ലാം തനിയെ തഴച്ചു വളർന്നുകൊള്ളും. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് നിഷ്കാമമായ അകമഴിഞ്ഞ ഭക്തി തന്ന് എൻ്റെ ഈ അഹങ്കാരമാകുന്ന പടുവൃക്ഷത്തെ നശിപ്പിച്ച് കളയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് യശോദാമ്മയെപ്പോലെയും മീരാഭായിയെപ്പോലെയും കുറൂരമ്മയെപ്പോലെയൊക്കെ ഭഗവാന്റെ ഉത്തമ ഭക്തരാകാം എന്ന് പ്രാർത്ഥിക്കാം. ധമ്പായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തടച്ചനവരില്ലാതെ കായ്കനിയും അമ്പോടതിന്നരികിൽ വായിക്കുന്നതല്ലഭത നിൻ പാദഭക്തിലത നാരായണായ നമഃ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ധന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു ദന്തിമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമഃ. ധ അക്ഷരമാലയിലെ ധ എന്ന അക്ഷരം കൊണ്ടാണ് ഇവിടെ 48ാമത്തെ പദ്യം ആരംഭിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒരുമിച്ച് ചൊല്ലാം. ധന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു ദന്തിമയ മൊന്നിച്ചു കൂടിയതു നാരായണായ നമഃ. ധന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു ദന്തിമയ ഒന്നിച്ചു കൂടിയതു നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ധന്യോഹം എന്നും അതിമന്യോഹം എന്നും, ഞാൻ ധന്യനാണ് എന്നും, അതിമന്യോ അഹം എന്നും, അല്ലേ? ധന്യഹ അഹം, അതാണ് ധന്യോഹം. അതിമന്യഹ അഹം, അതാണ് അതിമന്യോഹം. ഞാൻ ധന്യനാണെന്നും ഞാൻ ഏറ്റവും മാന്യനാണെന്നും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി. ഞാൻ ഏറെ പുണ്യങ്ങൾ ചെയ്ത ഒരു പുരുഷനാണ് എന്നും ഇതി ഇപ്രകാരം ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു, മുൻപ് പറഞ്ഞ പോലെ ഒരു വൃക്ഷമായല്ല ദംഭരൂപം കൊണ്ടിരിക്കുന്നത്, ഒരു കൊടുങ്കാട്, അനേക വൃക്ഷങ്ങൾ തഴച്ചു വളർന്ന ഒരു കൊടുങ്കാടായിരിക്കുന്നു. ദന്തിമയം, ആ കൊടുങ്കാറ്റിനുള്ളിൽ ആനകൾ വിഹരിക്കുന്നു. അത് അപ്പോൾ ഇവിടെ ആനകൾ പോലെയുള്ള കാട്ടിൽ വസിക്കുന്ന വന്യജീവികൾ വിഹരിക്കുന്ന ഒരു കൊടുങ്കാടായി മാറിയിരിക്കുന്നു ഞാനാകുന്ന ഈ വടവൃക്ഷം. തഴച്ച് വളർന്ന് ഒന്നിച്ചുകൂടിയത് നാരായണായ നമഃ. ഇവയെല്ലാം ഒന്നിച്ച് ഇരിക്കുകയാണ് ഭഗവാനെ. ഞാൻ ധന്യനാണ്, ഞാൻ ഏറ്റവും മാന്യനാണ്, ഞാൻ വളരെ 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 പുണ്യം ചെയ്ത ഒരാളാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ ദംഭരൂപത്തിൽ, അഹങ്കാര രൂപത്തിലുള്ള ഈ അനേകം വൃക്ഷങ്ങളായി ഈ വിചാരങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അവ ചേർന്നുണ്ടായ ഈ കൊടുങ്കാട്ടിൽ, അല്ലേ, ഇപ്പം ഞാൻ ധന്യനാണെന്നുള്ള ഒരു വൃക്ഷം,
അത് വടവൃക്ഷമായി. ഞാൻ വളരെ പുണ്യം ചെയ്ത ആളാണ്, ഞാൻ മാന്യനാണ്, സമൂഹത്തിൽ ഉത്തമനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളും ഓരോ വടവൃക്ഷത്തിനോടാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ വടവൃക്ഷങ്ങളെല്ലാം ചേർന്ന് ദുഷ്വിചാരങ്ങളാകുന്ന ഈ ചിന്തകളെല്ലാം കൊടുങ്കാടായി മാറി. അതിലെന്താ? കാട്ടാനകൾ വിഹരിക്കുന്നു. ഈ കാട് നശിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ കാട്ടുതീയിട്ട് ഒരു നിമിഷം കൊണ്ട് അങ്ങ് അഗ്നിയായി വന്ന് ഈ കാട് എരിച്ചു കളയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭക്തി ആകുന്ന വള്ളിയുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് തൊട്ടു മുമ്പ് ഭക്തിയാകുന്ന വള്ളി വന്ന് എന്നെ പുണരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ. ഈ ഭക്തിയാകുന്ന വള്ളിയുടെ വളർച്ചയെ തടയുവാനായി എന്താണ്? ദംഭമാകുന്ന വൻമരം തഴച്ചു വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാനനത്തിൽ ഓരോ ദിവസവും വൃക്ഷങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പല പല വൃക്ഷങ്ങളുടെ പേര് ഇവിടെ കണ്ടിരുന്നു. ദമ്പത്തിന് പല രൂപങ്ങൾ പറയുന്നു. കുറേ നല്ല കാര്യങ്ങൾ, ധർമ്മങ്ങൾ ചെയ്ത ഒരു നല്ല മനുഷ്യനാണ്. അതും നമ്മളെ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. ഞാൻ ഈ നല്ല കാര്യങ്ങൾ ചെയ്തുവല്ലോ അല്ലേ? നമ്മളുടെയൊക്കെ നാട്ടിലിപ്പോൾ കാണാം, എന്തെങ്കിലും ഒരു 500 രൂപ ക്ഷേത്രത്തിന് കൊടുത്താലും അതിൻ്റെ പേര് ബോർഡിൽ എഴുതി വെക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനം. അപ്പം നല്ല കാര്യം ചെയ്താലും ലോകത്തിനെ അറിയിക്കുക എന്നൊരു പ്രവണതയാണ് ഇപ്പോഴത്തെ മനുഷ്യരാശിക്കുള്ളത്. അത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് എഴുത്തച്ഛൻ ഈ പദ്യങ്ങളിലൂടെ നമ്മളോട് പറയുകയാണ്. ഈ അഭിമാനവും നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കും അല്ലേ? അതുകൊണ്ട് ആ തോന്നൽ ഈശ്വരനെ മറയ്ക്കുന്നതുള്ള തോന്നലാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് നന്മ ചെയ്യാൻ കഴിയുന്നു എന്ന ചിന്തയിൽ നിന്ന് പോലും ഞാൻ എന്ന ഭാവം ഉണ്ടാകാം. അത് അപ്പോൾ തന്നെ വിവേകം കൊണ്ട് ഭഗവാനെ അങ്ങ് നശിപ്പിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് ഞാനൊരു സമൂഹത്തിൽ ഒരു മാന്യനാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു എന്ന്, മറ്റുള്ളവരാൽ ഞാൻ മേന്മയുള്ളവനാണ് എന്നും നമ്മൾക്ക് തോന്നിത്തുടങ്ങും. ചെയ്ത നല്ല കാര്യങ്ങളെ അന്യർ അഭിനന്ദിക്കുന്നുണ്ടോ, അവർ എന്നെ പ്രശംസിക്കുന്നുണ്ടോ എന്ന് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾക്ക് അഭിമാനം വർദ്ധിക്കും. അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ അല്ലേ? അതായത് ഞാൻ വളരെ വളരെ പുണ്യങ്ങൾ ചെയ്ത ആളാണ് എന്നുള്ള അഭിമാനവും എന്നെ പതിയെ അഹങ്കാരിയാക്കി മാറ്റും. ഇതൊക്കെ ആകുമ്പോൾ എന്താണ്? സത്കൃത്യങ്ങൾക്ക് പ്രേരണയായി ഉള്ളിൽ വർത്തിച്ച ഈശ്വരനെ നമ്മൾ വിസ്മരിച്ചു ഞാനെന്ന ഭാവം, ദംഭം പല വൃക്ഷങ്ങളായി തഴച്ചു വളരും. അവ ഒന്നിച്ചു ചേർന്ന് ഇടതൂർന്ന് എന്താണ്? കൊടുങ്കാടായി മാറും. അപ്പോൾ ഭഗവാനെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെ സൂര്യപ്രകാശം കടത്തിവിട്ട്, അല്ലെങ്കിൽ ജ്ഞാനാഗ്നി കൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ജ്ഞാനാഗ്നി ഭസ്മസാ സ്ഫുരുതേ അർജുന എന്ന്. ആ ജ്ഞാനപ്രകാശം, ജ്ഞാനാഗ്നി കടത്തിവിട്ട് ആ കാട്ടിനുള്ളിലെ കാട്ടുമൃഗങ്ങളെയും വൃക്ഷങ്ങളെയും നശിപ്പിച്ച് കളയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ കാടിനെ ദന്ധിമയം എന്ന് ആചാര്യൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ദന്ധി എന്നാൽ ആന. ആന കറുപ്പ് നിറമുള്ളതുകൊണ്ട് മൃഗങ്ങളിൽ ഏറ്റവും വലിപ്പവും ശക്തിയും കൂടിയതാണ് എന്നിവിടെ സൂചിപ്പിക്കുക. ആ അജ്ഞാനത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കിയുള്ള കാട്ടിലുള്ള വന്യജീവികളെയൊക്കെ നമ്മൾക്കിവിടെ ഓർക്കാവുന്നതാണ് അല്ലേ? കാമമാകുന്ന ഒരു വന്യജീവി, ക്രോധമാകുന്ന ഒരു വന്യജീവി, അങ്ങനെയല്ല, ധാരാളം വന്യജീവികൾ വസിക്കുകയാണ് ഈ കാട് വളരും തോറും. ഈ വൃക്ഷങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ആന എന്താണ്? നമ്മൾക്ക് കണ്ണിൽ പെടുകയില്ല. കാരണം എന്താ? കാട് ഇരുണ്ടിരുന്നാൽ അതിൻ്റെ പിടിയിൽപ്പെട്ടാൽ എന്താ? നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ കാട്ടാനകൾ കൂട്ടം കൂട്ടമായിട്ടാണ്. അപ്പോൾ അതിൽ ഈ വെറും നിസാരനായ നമ്മൾക്ക് ഇവരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷ നേടാൻ വളരെ വളരെ പ്രയാസമാണ്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ശിവാനന്ദ ലഹരിയിൽ അതിമനോഹരമായി ഇത് പറയുന്നുണ്ട്, ഇതേ ഉദാഹരണം അല്ലേ?
അദ്ദേഹം ഈ എൻ്റെ ഹൃദയമാകുന്ന കൊടുങ്കാട്ടിൽ ഭഗവാനെ ഒരുപാട് കാമം, ക്രോധം മുതലായ കാട്ടാനകളും വന്യജീവികളും ദുഷ്മൃഗങ്ങളും വസിക്കുന്നു, അങ്ങ് അതിനെ നശിപ്പിച്ച് എനിക്ക് ആനന്ദം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഉദാഹരണങ്ങൾ നമ്മൾക്ക് മഹാത്മാക്കൾ ഉപയോഗിക്കുന്നത് പലയിടത്തും കാണാം. അപ്പോൾ ദുഷ്ചിന്തകളാകുന്ന കാട്ടുമൃഗങ്ങളെ നശിപ്പിക്കുവാൻ ഭഗവാനെ അങ്ങ് ആ ജ്ഞാനപ്രകാശരൂപനായി എന്നിൽ എഴുന്നള്ളണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലേ? അപ്പം നാം ഓരോരുത്തരും ഈ ഗൗരവപൂർവമായി ഈ ഒരു ചിന്തയെ, നല്ലത് ചെയ്യുന്നതും നമ്മളെ അഹങ്കാരിയാക്കും എന്ന ചിന്തയെ എപ്പോഴും നമ്മുടെ ബോധമണ്ഡലത്തിലുണ്ടായിരിക്കണം, അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ദാനം ചെയ്യുന്നത് പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അത് ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന്, ഞാനല്ല ചെയ്യുന്നത്. ഞാൻ ഒരു പൂജയും ചെയ്യുന്നില്ല, ദാനവും ചെയ്യുന്നില്ല, സഹായവും ചെയ്യുന്നില്ല, അല്ലേ? ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കെന്തെങ്കിലും നന്മ ലോകത്തിനോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലൂടെ ഈശ്വരൻ ചെയ്യുന്നതാണ്, ഞാൻ നിമിത്തമാത്രം എന്ന് എപ്പോഴും നമ്മൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മൾ ആ അഹങ്കാരത്തിൻ്റെ ഗർവത്തിൽ ആണ്ടു പോവുകയില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. നമ്മൾക്കും അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥിക്കാം. എന്നെ അഹങ്കാരിയാക്കരുതേ, ജ്ഞാനമാകുന്ന അഗ്നി എന്നിൽ നിറച്ച് ഈ അഹങ്കാരമാകുന്ന കൊടുങ്കാടിനെയും അതിൽ തഴച്ചു വളർന്ന ദുഷ്വിചാരങ്ങളെയും ഇല്ലാണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാനെ നമ്മൾക്ക് ശരണാഗതരാകാൻ ശ്രമിക്കാം. ധന്യോഹമെന്നു മതി, മാന്യോഹമെന്നു മതി, പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി. ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുതെന്തിമയം, ഒന്നിച്ചു കൂടിയതു നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.